പ്രമേഹ രോഗത്തിൻ്റെ പരിശോധനകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, പ്രമേഹം എന്നത് ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. അതിനാൽ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരിശോധിക്കുക എന്നുള്ളതാണ് ഒരു പ്രമേഹ രോഗ ചികിത്സയുടെ ആത്യന്തികമായ വിജയം നമുക്ക് നിശ്ചയിക്കുവാൻ കഴിയുന്നത്. സാധാരണയായി ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വെറും വയറ്റിൽ പരിശോധിക്കേണ്ടതാണ്. രാവിലെ ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് രാവിലെ മാത്രമല്ല, ഉച്ചഭക്ഷണത്തിന് 2 മണിക്കൂറാകുമ്പോഴും രാത്രി ഭക്ഷണത്തിന് 2 മണിക്കൂറാകുമ്പോഴുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പ്രമേഹ രോഗ ചികിത്സയിൽ നിർണായക ഘടകമാണ്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് HbA1c അഥവാ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നത്. HbA1c എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ്, അതായത് ശരാശരി അളവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പരിശോധനയാണ് HbA1c അഥവാ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. ഇത് സാധാരണയായി പ്രമേഹ രോഗബാധിതനല്ലാത്തൊരു വ്യക്തിക്ക് 5.7 താഴെയായിരിക്കും വരുന്നത്. 5.7 മുതൽ 6.4 വരെ നമുക്ക് പ്രീ ഡയബറ്റിസ് അഥവാ പ്രമേഹ പൂർവാവസ്ഥയെന്നും 6.5 അതിൽ കൂടിയാൽ ആ വ്യക്തിക്ക് പ്രമേഹ രോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരാം. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രമേഹ രോഗികൾക്ക് അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായി വൃക്കകളുടെ പ്രവർത്തനം നിർണ്ണയിക്കുന്ന യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് പോലുള്ള പരിശോധന, കരളിന്റെ പ്രവർത്തനം നിർണ്ണയിക്കുന്ന SGOT, SGPT തുടങ്ങിയ പരിശോധനകൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നിർണ്ണയിക്കുന്ന TSH പരിശോധന തുടങ്ങിയവയും ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇടവേളകൾ ചെയ്യേണ്ടതാണ്. ഇതോടൊപ്പം യൂറിൻ പരിശോധനയും യൂറിന്റെ മൈക്രോ ആൽബുമിൻ ലെവലും ആൽബുമിൻ ക്രിയേറ്റിൻ റേഷ്യോ ലെവലും പരിശോധിക്കേണ്ടത് നമുക്ക് ഭാവിയിൽ പ്രമേഹം വൃക്കകളെ ബാധിക്കുവാനുള്ള സാധ്യത നേരത്തെ മനസ്സിലാക്കുവാൻ വളരെ സഹായകരമാകുന്നതാണ്.